കുന്നത്തുനാട് അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് 40,000-ലധികം വോട്ടുള്ള പാർട്ടിയാണ് 2020. അവരുടെ ഒരു പ്രവർത്തന ശൈലി നമുക്കറിയാം. അവർ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ലക്ഷ്യമിട്ടാൽ അവിടെ പൂർണ്ണമായി തന്നെ 2020ക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി BJPയോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ചിലയിടങ്ങളിൽ രാജി ഉണ്ടാകുന്നു. എങ്ങനെയായിരിക്കും പാർട്ടിയുടെ ഇനിയുള്ള മുന്നോട്ട് പോകുന്നത്? അതായത് 2020 എന്ന് പറഞ്ഞ പാർട്ടി ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൽ നിശബ്ദമായി പ്രവർത്തിക്കുകയും അധികാരം നേടുകയും ചെയ്ത ഒരു പാർട്ടിയാണ്. നമുക്കറിയാം, ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. ഡൽഹിയിലെ ഭരണമൊക്കെ പിടിച്ച് ജനങ്ങളുടെ വലിയ പ്രതീക്ഷയായിട്ടൊക്കെ വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഈ ആം ആദ്മി പാർട്ടിയുമായിട്ട് കേരളത്തിൽ അവരൊരു ഘടകം ഉണ്ടാക്കി, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. വലിയ മാറ്റം ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അവർ പ്രവർത്തിച്ചു. അരവിന്ദ് കേജ്രിവാളിൻ്റെ തനി സ്വരൂപം നാട്ടുകാർക്ക് മനസ്സിലായോടുകൂടി അതിന് ഉണ്ടായിരുന്ന സാധനവും പോയി. ഈ ആം ആദ്മി പാർട്ടി 2020 അവരിലേക്ക് ലയിപ്പിക്കാൻ അവരെ ഘടകകക്ഷിയാക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. കൊച്ചിയിലൊരു വലിയൊരു സമ്മേളനം, ലയന സമ്മേളനം എന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞെങ്കിലും 2020 അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അന്ന് ഈ പറഞ്ഞ അരവിന്ദ് കേജ്രിവാളൊക്കെ ഉള്ള ആളുകൾ വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പ്രതീക്ഷിച്ചത് ഒന്നീ 2020 ഇതിനകത്ത് ആം ആദ്മി ലയിക്കും, ഇല്ല എങ്കിൽ അവരുടെ ഘടകകക്ഷിയായ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് പുതിയൊരു മുന്നണി രൂപപ്പെടുമെന്നാണ് കരുതിയത്. പക്ഷേ സാബു ജേക്കബ് ബുദ്ധിമാനായതുകൊണ്ട് ഈ ആം ആദ്മി പാർട്ടി കൊണ്ട് തലവെച്ച് കൊടുത്തില്ല. അന്ന് അവരൊരു സമ്മേളനം നടത്തി, ലയനം നടന്നില്ല, മുന്നണിയിൽ ചേർന്ന് നടന്നില്ല. ലയനം നടത്തി അവരവരെ പാട്ട് നോക്കി, പാട്ട് നോക്കി. പിന്നീട് ഇപ്പോൾ ഈ 2025 നടന്ന തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 2020 കിട്ടിയതിനേക്കാളേറെ 4% വോട്ട് അധികം 2020 നേടാൻ കഴിഞ്ഞു. 4 ഗ്രാമപഞ്ചായത്തുകളിൽ അവർ ഭരണം, നേരത്തെ 4 ആ 4 2 പോയി, പക്ഷേ പുതിയ 2 അവർ പിടിച്ചു. അപ്പോൾ അതിൽ നഷ്ടം ഉണ്ടായിട്ടില്ല. 4 ഗ്രാമപഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നു. 2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അവരാണ് പ്രധാന പ്രതിപക്ഷം. അപ്പോൾ ഇങ്ങനെ ഈ ആ പാർട്ടി 10 വർഷം കൊണ്ട് വളരെ നിശബ്ദമായിട്ടാണ്, ഒരു ചെറിയ പ്രദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളം മുഴുവൻ വ്യാപിച്ചൊരു പാർട്ടിയല്ല. ഈ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് തൃശ്ശൂരിൻ്റെ ഒരു പകുതി, കോട്ടയത്തിൻ്റെ ഒരു ചെറിയ ഏരിയ, എങ്ങനെ കണക്കായി നിൽക്കുന്നൊരു പാർട്ടിയാണ്. പക്ഷേ ആ പ്രദേശത്ത് ഈ ഇടത് വലുത് മുന്നണികളെ പ്രതിരോധത്തിലായിക്കൊണ്ട് അവർക്ക് മേലൊരു വിജയം നേടാൻ കഴിയാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സാബു ജേക്കബ് എന്നൊരു വ്യവസായിയാണ്. വ്യവസായ രംഗത്ത് വിജയിച്ച മനുഷ്യനാണ് സാബു ജേക്കബ്. കോൺഗ്രസ് വലിയ പ്രചരണത്തിലാണ്. BJPയുമായി സഖ്യം കൂടി, അതോടുകൂടി തന്നെ അതിലെ പാർട്ടി നേതാക്കളും അണികളും എല്ലാം പുറത്തു വരുന്നു, അതിൽ വിഭജനം ഉണ്ടാകുന്നു, തകർച്ചയിലേക്ക് പോകുന്നു എന്ന പ്രചരണത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ട്? അല്ലെ, ഈ കോൺഗ്രസ് പാർട്ടിക്ക് 2020 സാബു ജേക്കബ് വിമർശിക്കാൻ ഒരു അധികാരമില്ലാത്തൊരു പാർട്ടിയാണ്, ഗതികെട്ടൊരു പാർട്ടിയാണ്. കാരണം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിശാല മുന്നണി രൂപീകരിച്ചത്. 2020 സ്ഥാനാർത്ഥികൾ അവർ മത്സരിച്ച സ്ഥലങ്ങളെല്ലാം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, SDPI, വെൽഫെയർ പാർട്ടി, ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളും സംഘടിച്ചിട്ട് പൊതുസ്ഥാനം അവരുടെ ചിഹ്നം മാറ്റി കൈപ്പത്തിൽ നിന്നല്ല മത്സരിച്ചത്, പൊതുവായി എതിരാളിയെ നിർത്തി മത്സരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും 2020 തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ജനങ്ങൾ ഈ സംവിധാനത്തെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഈ പാർട്ടിയെ അവർ അംഗീകരിക്കുന്ന തെളിവാണല്ലോ ഇത്രയും പേര് കൂടി നടക്കാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ആൾറെഡി ഉണ്ട്. അതുകൂടാതെ അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളിൽ മുസ്ലിം കഴിഞ്ഞാൽ പിന്നുള്ളതാണ് ക്രിസ്ത്യാനികളെന്ന് പറയും. സാബു ജേക്കബ് ഒരു ക്രിസ്ത്യാനിയാണ്. സ്വാഭാവികമായിട്ട് എറണാകുളം ജില്ലയിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ളത് ലാറ്റിൻ കാത്തലിക്കിൽപ്പെട്ടവരാണ്. അപ്പോൾ ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നല്ലൊരു വോട്ട് ചോർച്ച ഉണ്ടാവും എന്നുള്ളൊരു ഭയവും കോൺഗ്രസിനെ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും എന്ത് ചെയ്തത്, ഇവർ നേരെ മുന്നോട്ട് പോരുത്, അതായത് BJP ചേർന്ന് നേരിട്ട് മുന്നോട്ട് പോരുത്, അതുകൊണ്ട് അപാകത പ്രചരണം നടത്താം എന്നുള്ളതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം. എന്നാൽ ഇടതുപക്ഷം വളരെ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ. അവരിതുവരെ വിമർശിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. കാരണം ആൾറെഡി അവരുടെ ഒരു MLA ശ്രീനിജനുണ്ട്. പുള്ളിക്കെതിരെ വലിയ രീതിയിലുള്ള വെട്ടിപ്പ് തട്ടിപ്പ് നടത്തിയതിൻ്റെ പരാതിയും പരിപാടിയുണ്ട്. അത് വലിയ തോതിൽ സാബു ജേക്കബ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എന്താണ്, കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകണ്ടെങ്കിൽ അവർ നിയന്ത്രണം പാലിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, NDA ഫോൾട്ടിലേക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നൊരു പാർട്ടി വന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മുന്നണിക്ക് എൻ്റെ ഗുണമുണ്ടാകും. നേരത്തെ ഉണ്ടായിരുന്നത് ആകെ ഉണ്ടായിരുന്നത് BDJS ആണ്. പിന്നെ വേറെ ഉണ്ട്, കാമരാ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വോട്ട് നേടാൻ കഴിയുന്ന പാർട്ടികളല്ല. പാർട്ടികളുണ്ട്, വെറുതെ പേര് കാണിക്കാൻ വേണ്ടി ഒരു പാർട്ടി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 2020 നിന്ന് 40,000 വോട്ടാണ് കുന്നത്തുനാടിൽ. അല്ല, കുന്നത്തുനാടിൽ 2021 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPM ആണ് അവിടെ വിജയിച്ചത്. 52,351 വോട്ടാണെന്ന്
സ്ഥാനാർത്ഥികൾ ജയിച്ചത്. നമ്മുടെ കോൺഗ്രസ് പിടിച്ചത് 49,636. 2020 42,701 വോട്ടാണ് കുന്നത്താണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 10,000 അടുപ്പിച്ച് വോട്ട് BJP നേടി. അപ്പോൾ ഈ BJPയും കുന്നത്താടിലെ 2020 ചേർന്ന് കഴിഞ്ഞാൽ ഇപ്രാവശ്യം കുന്നത്താട് 2020 കൊണ്ടുപോകുന്നതിന് ഒരു തർക്കവുമില്ല. 2020 സ്ഥാനാർത്ഥി കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികം അങ്ങനെ ആയിരിക്കുമല്ലോ, കാര്യം അവർക്ക് ഏറ്റവും കൂടുതൽ പിടിപാടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുന്നത്താട് ഉറപ്പായിട്ടും ഈ 2020 ജയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, പെരുമ്പാവൂര് സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാണ് വിജയിച്ചത്. 53,484 വോട്ട് ആണ് അവർക്ക് കിട്ടിയത്. CPI 50,585. 2020 20,536 വോട്ട് അവർ പിടിച്ചു. BJPക്ക് അവിടെ 15,135 വോട്ട് BJPക്ക് ഉണ്ട്. അപ്പോൾ അവിടെയും ഇവർ ഒരുമിച്ച് കഴിഞ്ഞാൽ വലിയൊരു ശക്തിയാണ്. നിലവിലുള്ള ഭരണവിരുദ്ധ വികാരവും സംഭവമൊക്കെ പരിഗണിച്ച് കഴിഞ്ഞാൽ വലിയ വോട്ട് CPMന് ഈ പറഞ്ഞ സ്ഥലത്ത് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണം ഉണ്ടാവുക എന്ന് പറയുന്ന ആർക്കായിരിക്കും? 2020 ആയിരിക്കും. അപ്പോൾ ഇത് കൂടാതെ തൃക്കാക്കര, തൃപ്പൂണിത്തുറ മുതലായ മണ്ഡലങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് 2020. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് കുറച്ച് കൂടുതൽ വോട്ട് ലഭിക്കും. BJPയോടും ആളുകൾ അടുത്തിട്ടുണ്ടല്ലോ. ഇപ്പം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJPയാണ്. അപ്പോൾ അതിൻ്റെ നേട്ടവും സ്വാഭാവികമായിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NDA മുന്നണിക്ക് വലിയൊരു അസറ്റ് തന്നെ ആയിരിക്കും 2020 എന്നുള്ള തർക്കമൊന്നുമില്ല. മാത്രമല്ല, ഈ NDAയുടെ തോളിൽ കയറി കേരളത്തിൽ വളരാനുള്ളൊരു സാഹചര്യം 2020ക്കും വരികയാണ്. അത് എറണാകുളം ജില്ലയിൽ നിന്ന് വിട്ട് മറ്റു പല പ്രദേശങ്ങളിലും അവർക്ക് വളരാനുള്ള സാഹചര്യം വരികയാണ്. അപ്പോൾ കൊച്ചു പാർട്ടികളിൽ കൂടി തങ്ങളിലേക്ക് കൂടുതൽ വോട്ടടിപ്പിക്കുക, ഭരണത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കാമെന്നാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം സാബു ജേക്കബിനെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയ ഒരു ലോട്ടറി അല്ലേ ഈ 2020? തീർച്ചയായിട്ടും തർക്കമില്ലാത്തൊരു കാര്യമാണ്. കാരണം അവർ ഈ പറഞ്ഞതിലെ സഖ്യകക്ഷികളില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു 2020യുടെ ഈ രംഗപ്രവേശം. ചർച്ച വളരെ നേരത്തെ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഷോൺ ജോർജും അനൂപ് ആൻ്റണിയാണ് ഇതിന് നേതൃത്വം വെച്ചത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് സാബു ജേക്കബുമായിട്ട് പലവട്ടം ചർച്ച നടത്തി. ആ ചർച്ചകൾക്ക് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം സാബു ജേക്കബ് ഒരു വ്യവസായിയാണ്, ഞാൻ നേരത്തെ തന്നെ വിജയിച്ച ഒരു വ്യവസായിയാണ്. അദ്ദേഹം കാരണം കേരളത്തിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്, ധാരാളം കുടുംബങ്ങൾ അത് കാരണം അന്തസ്സായിട്ട് ഉപജീവനം നടത്തിക്കൊണ്ടുപോകും. EDയെ പേടിച്ചാണ് BJP ചേർന്നതെന്നാണ് പുതിയ വാർത്ത. അല്ല, ഒരാൾ BJPയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ ചേർന്ന് കഴിഞ്ഞാൽ പൊതുവെ എന്താ നമ്മുടെ അവിടുത്തെ ഇടത് വലത് മുന്നണി പറയുന്നത്? EDയുടെ പേര് പറയാറുണ്ട്. ED വിരട്ടി, അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു. ഇപ്പോൾ സാബു ജേക്കബിനെ വ്യക്തമാക്കിയല്ലോ. അങ്ങനെ ED പ്രകാരമാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കുമെന്ന് പറയല്ലേ? അങ്ങനെ തെളിവുകളുണ്ടെങ്കിൽ കാണിക്കണ്ടേ? അല്ല, ഈ 2020 ഇടതുപക്ഷത്ത് ചേർന്നിരുന്ന അത് മതേതരത്വത്തിന്റെ വിജയമായിരുന്നു. തീർച്ചയായിട്ടും. അല്ല, ഓരോ മുന്നണിയിലും പോകുമ്പോഴത്തേക്ക് അവർ ഓരോ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അല്ലെങ്കിൽ തന്നെ ഈ സാബു ജേക്കബിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആരാ? അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ജനങ്ങളാണ്. അത് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പല സ്ഥലത്തും വിജയിക്കുന്നത്. അദ്ദേഹത്തിനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയത് തെലങ്കാന മുഖ്യമന്ത്രിയാണ്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ്, വ്യവസായം നടത്താൻ കൊണ്ടുപോയതാണ്. ഇവിടെ ഒരു വ്യവസായം നടത്താതെ ആട്ടി വായിച്ചവരാണ് ഇവർ. 10 ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നത് തടഞ്ഞവരാണ് ഇവർ. തൊഴിലാളി ഐക്യം പറഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തവരാണ് വ്യവസായം നടത്തേണ്ട, അങ്ങനെ ഇവിടെ തൊഴിലെടുത്ത് ഒരുത്തിന് ജീവിക്കേണ്ട എന്നുള്ള ധാർഷ്ട്യമുള്ള ഒരു വൃത്തിയുടെ ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാബു ജേക്കബ് എന്ന് പറയുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യവസായം നടക്കാൻ നല്ലൊരു അന്തരീക്ഷം കേരളത്തിലുണ്ടാവണം. നിലവിലതില്ല. അപ്പോൾ അവിടെ വേണ്ട എന്താണ്? വികസനം ചർച്ചയാക്കുന്ന ഒരു പാർട്ടിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായ ചോയ്സ് എന്ന് പറയുന്നത് BJP ആണ്. കാര്യം അവർ വികസിത കേരളം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നാളെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് വ്യവസായം നടത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് BJP സ്വീകരിച്ചത്. ഇടതിനെ വലുതിനെ സ്വീകരിക്കാൻ കഴിയുമോ? ഒരിക്കലില്ല. അവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും മതപ്രകടനങ്ങളും മാത്രം നടക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. അതിലൊരിക്കലും സാബു ജേക്കബ് ചേരില്ല. സാബു ജേക്കബിന്റെ തീരുമാനം കൃത്യമായിട്ട് ശരിയാണ്. അതിൻ്റെ റിഫ്ലക്ഷൻസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാവും. NDAക്ക് അധികം സീറ്റുകൾ നേടാനായിട്ട് അവരുടെ ഈ എൻട്രി സഹായിക്കും എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.